സ്വരാജ് കൂടി നിലമ്പൂർ കളത്തിലേക്ക് വരുമ്പോൾ LDF UDF പോരാട്ടമായി അത് മാറുന്നു എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എങ്ങനെ കാണണം ഇപ്പോൾ സ്വരാജ് എന്ന സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം? സ്മൃതി, ഈ സ്വരാജിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ LDFനെ നിലമ്പൂരിൽ ഇറക്കാനില്ല എന്നാണ്. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ജന്മനാട്ടിൽ ആദ്യത്തെ മത്സരമാണ്. നിലമ്പൂരിൽ നമുക്കറിയാവുന്നതുപോലെ CPMന്റെ പാർട്ടി ചിഹ്നത്തിൽ അവസാനമായി മത്സരിച്ചത് P. ശ്രീരാമകൃഷ്ണനാണ്. അന്ന് അദ്ദേഹം ആര്യാടൻ മുഹമ്മദിനോട് പരാജയപ്പെടുകയായിരുന്നു. വീണ്ടും ഇപ്പോൾ PV അൻവർ രാജിവെച്ചതിന് പിന്നാലെ PV അൻവർ രാഷ്ട്രീയമായി തന്നെ CPMനും സംസ്ഥാന സർക്കാരിനും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ M. സ്വരാജിനെ പോലെ മലപ്പുറം നിലമ്പൂർ സ്വദേശി തന്നെയായിട്ടുള്ള ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ CPM ഇറക്കുന്നതെന്ന പ്രത്യേകത. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, DYFയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങനെ പാർട്ടിയുടെ ഒരു കരുത്തുറ്റ യുവമുഖമായിട്ടുള്ള സ്വരാജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് പാർട്ടി രണ്ടും കൽപ്പിച്ചു തന്നെയാണ്, ജയം ഉറപ്പിച്ചു തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാവുന്ന പോലെ K. ബാബുവിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെയുള്ള നിയമ പോരാട്ടമൊക്കെ തുടരുന്നുണ്ടായിരുന്നു. സ്വരാജിനെ പോലെയുള്ള ഒരു നേതാവിനെ നിയമസഭയിൽ പാർട്ടിക്ക് ആവശ്യമുള്ള ഒരു നേതാവിനെ തന്നെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പാർട്ടി അണികൾ എല്ലാ ഘട്ടത്തിലും പറയുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോഴിതാ M. സ്വരാജ് വീണ്ടും നിലമ്പൂരിലെത്തുമ്പോൾ അത് പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു പ്രധാന ചുമതലയാണ്, പ്രധാന ദൗത്യം തന്നെയാണ്. ജന്മനാട്ടിൽ ജയിച്ചു കയറുക എന്നത് തന്നെയായിരിക്കും M. സ്വരാജ് ലക്ഷ്യമിടുന്നത്. നമ്മൾ ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ എത്തുമ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിലേക്ക് കൂടിയാണ് പോകുന്നത്. 2021 സ്വരാജ് മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്വരാജ് വീണ്ടും രംഗത്തിറങ്ങുമ്പോൾ അത് ഏറെ ശ്രദ്ധേയമാകുന്നു ജന്മനാട്ടിൽ എന്നതുകൊണ്ടുകൂടിയാണ്. DYFയുടെ ഒരു മുഖം എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ യുവാക്കളുടെ ഒരു മുഖം എന്ന നിലയിൽ അത്തരത്തിൽ തന്നെ സജീവമായിരുന്ന സ്വരാജ് എത്തുന്നു, വീണ്ടും നിയമസഭയിലേക്ക് അംഗം കുറിക്കുന്നു എന്നുള്ളതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നമ്മളിതിനെ മുന്നിൽ കാണണം. കാരണം പാർട്ടിക്ക് തുടർഭരണം ഉണ്ടാകുമെന്ന ചർച്ചകൾക്കിടയിൽ കൂടിയാണ് അവരുടെ കരുത്തുറ്റ ഒരു നേതാവിനെ ഇപ്പോൾ കളത്തിലിറക്കുന്നത്. LDFന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിയിട്ടില്ല എന്നത് തന്നെയാണ് MV ഗോവിന്ദൻ പറയുന്നത്. UDF ആണ് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിൽ പോലും ഇപ്പോൾ ശക്തമായ മത്സരത്തിന് വഴിയൊരുക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ M. സ്വരാജിനെ കളത്തിലിറക്കുന്നത്. നിലമ്പൂർ തിരിച്ചു പിടിക്കുക, അതുതന്നെയാണ് പാർട്ടി ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. ശരി, റഹീസ് റഷീദിലേക്ക് ഒപ്പം മുബഷീർ P. അക്ബറുമുണ്ട്. റഹീസ് റഷീദ്, ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിൽ M. സ്വരാജ് എന്ന ഒറ്റ പേരിൽ തന്നെ തീരുമാനമെത്തുകയായിരുന്നു. എങ്ങനെയാണ് ചർച്ച നടന്നത്? ആദ്യം തന്നെ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി തന്നെ മത്സരിക്കാമെന്നുള്ള നിലപാട് എടുത്ത ശേഷം യോഗം ചേർന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തുടക്കം മുതൽ തന്നെ പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി വേണം എന്ന ചർച്ചയായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരിൽ തന്നെയുള്ള ആ നാട്ടുകാരൻ കൂടിയായ M. സ്വരാജ് മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് സ്വരാജിന്റെ പേരിലേക്ക് പാർട്ടി വന്നതും തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അല്ലെങ്കിൽ ആ മത്സരത്തിന്റെ ഒരു പ്രത്യേകത